ഹായ്, ഏവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് 24 hours നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റും ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞിരുന്നു 5 ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നല്ലേ. എന്താണ് ഈ 5 ടെക്നിക്സ്? ഫസ്റ്റ് ഓഫ് ഓൾ, പെർസ്യൂ യുവർ പാഷൻ. അതായത് നമ്മുടെ പാഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും ഇൻട്രസ്റ്റ് അല്ലേ. ആ കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത്, നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര ട്രാവൽ ചെയ്താലും എനിക്ക് മതിയാവില്ല. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുക, നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പോവുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ പാഷനാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ഓരോരോ പാഷൻ ഉണ്ട്. ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും, ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും, ചിലർക്ക് ഡിസൈനിങ്, പിന്നെ ചിലർക്ക് ബേക്കിംഗ്, അങ്ങനത്തെ സംഭവങ്ങൾ, സ്റ്റിച്ചിങ്, അങ്ങനെ എന്താണ് നമ്മുടെ പാഷൻ, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക ശരിക്കും. അപ്പം നമ്മുടെ പാഷൻ കണ്ടെത്തുന്നതിലൂടെ നമ്മൾ ഹാഫ് ആൻ അവർ ആ പാഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് ഓൾവേസ് ബി എനർജറ്റിക്. എപ്പോഴും എനർജറ്റിക് ആയിട്ട് നല്ല ചില്ലായിട്ട് നമ്മൾ നിൽക്കുക, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ അവിടെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വരത്തേയില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നല്ല ആക്റ്റീവായി, നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാലും ഓഫീസിലായാലും വീട്ടിലായാലും നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഇങ്ങനെ തുള്ളിച്ചാടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിനെസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അതാണ് നമ്പർ 2. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എപ്പോഴും, എല്ലാ കാര്യത്തിലും. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള നിമിഷങ്ങളാണ് അല്ലെ. ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഇന്നലെ തന്നെ മരണപ്പെട്ടു പോയി എത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പം നമുക്ക് പ്രപഞ്ചശക്തിയായ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യ ദിവസമാണ്. എല്ലാ ദിവസവും നമ്മൾ ഉണരുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേക്കുക. ഞാൻ 28 days ചലഞ്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക, ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കുക, ഒരു ഹാബിറ്റാക്കി നമ്മൾ ഫോം ചെയ്തെടുക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. നമ്മൾ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. ഗ്രാറ്റിറ്റ്യൂഡിന് വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ ദിവസവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഏത് ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമുക്കത് ചെയ്യാനുള്ള കഴിവുണ്ടായി, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് നന്ദി, ചെയ്ത് കഴിഞ്ഞതിന് നന്ദി. അങ്ങനെ നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ ജീവിക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ കഴിയുന്നതിന് നമ്മൾ നന്ദി പറയുക, മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. അത് ഹാപ്പിനെസിന്റെ വേറൊരു വശമാണ് കേട്ടോ. നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒറ്റ ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ഓരോ കാര്യത്തിനും നിങ്ങളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു വരുവാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഫുൾ എനർജിയിലായിരിക്കും, നിങ്ങൾ ഹൈ വൈബ്രേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടേ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അടുത്തത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. മൈൻഡ്ഫുൾനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോ കാര്യത്തിലും. ചില കാര്യങ്ങളും നമുക്ക് ശ്രദ്ധ കിട്ടില്ല. നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഒന്നിലും ചെന്ന് എത്തിപ്പെടാൻ പറ്റാതെ ആയിപ്പോല്ലേ. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തണം. നമ്മുടെ മൈൻഡിനെ കയറൂരി വിട്ടിട്ട് അത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി, ചിലപ്പോൾ നമ്മൾ മെഡിറ്റേഷന് ഒരു 5 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയുമ്പോൾ ആ ഡീപ്പ് ബ്രീത്തിന്റെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പോകുന്ന പല ചിന്തകളിലേക്കായിരിക്കും. അങ്ങനെ പോയി ആ ചിന്ത ഇങ്ങനെ കാട് കയറി എങ്ങോട്ടാണ് എത്തേണ്ടത് എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ നമ്മൾ കയറൂരി വിടരുത് ചിന്തകളെ.
ചിന്തകളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. തോട്ട് നമ്മൾ ഈ മനസ്സിലേക്ക് കൊടുക്കുന്ന തോട്ടുകളാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ തോട്ട് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ചുമ്മാ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നതായിരിക്കും നാളെ നമുക്ക് നടക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും വറീഡായിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് ജീവിതത്തിൽ യാതൊരു വിജയമില്ല, ഞാൻ എപ്പോഴും ഒരു പരാജയമാണ്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബിസിനസ് ശരിയാവുന്നില്ല, എനിക്കെല്ലാം നഷ്ടത്തില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സിന് നമ്മൾ കൺട്രോൾ ചെയ്യണം. കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോട്ടിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, നിങ്ങളൊരു ട്രെയിനറിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾ തന്നെ വീട്ടിലിരുന്നിട്ട് ഒരു 5 ടൈംസ് നിങ്ങൾ ഒന്ന് സ്പൈനൊക്കെ ഒന്ന് ഇറക്റ്റ് ആക്കി വെച്ച് നേരെ നല്ല പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒന്ന് 5 ടൈംസ് നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, എന്താ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം. നമുക്ക് ഇനിഷ്യലി നമുക്ക് തോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്ത പോവും. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ മൈൻഡ് ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണെന്നല്ലേ. അത് പാടില്ല. നമ്മുടെ എയിം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ എയിമിലേക്കുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കണം. മൈൻഡിനുള്ളിലേക്ക് കൊടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ ആ ഒരു തോട്ട് തന്നെ ആയിരിക്കണം. നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. അതിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മാർഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്താണെങ്കിലും മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒന്നുമില്ല, ഇപ്പം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വേറെ ക്ലാസ്സുകളിലൊക്കെ പോയി ഇങ്ങനെ എന്താ പറയാനാ തുറസായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്യണം അങ്ങനെ എന്നൊക്കെ. അത് തെറ്റായ ധാരണയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്റ്റേ അവേ ഫ്രം ടോക്സിക് പീപ്പിൾ. എന്താണ് ഈ ടോക്സിക് പീപ്പിൾ എന്നല്ലേ? ഈ ടോക്സിക് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചില ആൾക്കാരെ കണ്ടിന്യൂസ് 24 hours അവർ വാ തുറക്കുന്നതേ മറ്റുള്ളവരുടെ കുറ്റം പറയാനായിരിക്കും. എപ്പോഴും നെഗറ്റിവിറ്റി. അവരെ അങ്ങനെ ചെയ്തു, അവരിത് പറഞ്ഞു, അവരങ്ങനെ പോകുന്നു, അവരിങ്ങനെ പോകുന്നു. മറ്റുള്ളവരുടെ കാര്യം വാ തുറന്നാൽ അത് മാത്രമേ പറയുള്ളൂ. അത് നല്ല കാര്യമല്ല, അവരെ കുറിച്ചൊക്കെയുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ മാക്സിമം മാറി നിൽക്കുക. ഒരു ടോക്സിക് പീപ്പിൾ ആട്ടോ. നമുക്ക് നമ്മുടെ എനർജിയും കൂടി ലോ ആക്കി, നമ്മളെ കൂടെ ഡൗൺ ആക്കി, നമുക്ക് ഒരു കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാക്കി നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നവരാണ് അങ്ങനെയുള്ള ചില ആൾക്കാർ കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം തുടങ്ങാൻ വേണ്ടി പോവായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കാണുന്നത്. നിങ്ങൾ എവിടെ പോവാ? ഞങ്ങൾ ഇങ്ങനെ പോകും. അപ്പോൾ തന്നെ അവർ പറയും, ഓക്കെ അത് പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ, വെറുതെ ആണ് അതൊക്കെ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇത് തുടങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല, അതൊക്കെ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ, നമ്മളെ കൊണ്ടൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല, നമുക്ക് വേറെ വല്ലതൊക്കെ നോക്കുന്നതായിരിക്കും പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ താഴോട്ടേക്ക് വലിക്കും. മനസ്സിലായോ? അതാണ് ടോക്സിക് പീപ്പിൾ എന്ന് പറയുന്നത്. അവരെപ്പോഴും പരദൂഷണം പറച്ചിലും ആൾക്കാരെ കുറ്റം പറച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ പോസിറ്റീവ് തോട്ടുകളും പോസിറ്റീവ് ചിന്തകളും പോസിറ്റിവിറ്റി മാത്രമായിരിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് അടുത്ത് പോയി നമ്മൾ കൂട്ടം കൂടിയെന്ന് വർത്തമാനം പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുവാണ്. നമുക്കത് വേണ്ട. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാക്സിമം നമ്മൾ അകന്ന് നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരെ വെറുക്കണമെന്നോ അല്ലെങ്കിൽ അവരോട് മിണ്ടായിരിക്കണം എന്നല്ല. ഒരു ഹായ് ബൈ റിലേഷൻ അത് മാത്രം മതി. അല്ലാതെ നമ്മൾ അവരിൽ നിന്ന് മാറ്റി വെക്കണം. നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ എയിം ആയിരിക്കണം, നമ്മുടെ ചിന്തയായിരിക്കണം, നമുക്ക് വളരണം, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള ഒരു തോട്ട് മാത്രമായിരിക്കണം മൈൻഡിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ പോസിറ്റീവായിരിക്കാൻ ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നതെന്ന്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാഷൻ കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സർസൈസ്, ചെറിയ രീതിയിലുള്ള ഒരു എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യുക. മെഡിറ്റേഷൻ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുക. പിന്നെ വേറെന്താ പറഞ്ഞത്? ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ടോക്സിക് പീപ്പിൾ, നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നാളെ നമുക്ക് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് പലർക്കും ആവശ്യമുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ജോബ് സീക്കിങ് നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ കമ്മിങ് വീഡിയോസിൽ കൂടെ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും കേട്ടോ. ഈ ജോബ് കണ്ടെത്തുക എന്നുള്ളതും നമുക്ക് നമ്മുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള ജോബ് കണ്ടെത്തുക എന്നുള്ളത് വലിയ റോക്കറ്റ് സയൻസോ വലിയ മാജിക്കോ ഒന്നും അല്ല. അതിന് ഓരോ ടിപ്സുകളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും എല്ലാം നല്ല മീൻസ് ഓരോരുത്തർക്കും ഓരോ എയിം ഉണ്ടല്ലേ, ആ എയിമിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരെയും പ്രപഞ്ചശക്തി എത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.